നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ത ഔർ ഹമാര ശരീര എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലാൽ രക്തകണങ്ങളെ പറ്റിയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സഫേദ് കണത്തിനെ പറ്റിയാണ്. ദീദി ബോലി, സഫേദ് കണ വാസ്തവമേം ഹമാരെ ശരീരക്കെ വീര സിപാഹി ഹെ. സഫേദ് കണങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിലെ വീര സിപാഹികളാണ്. സിപാഹി എന്ന് വെച്ചാൽ പട്ടാളക്കാർ, സോൾജിയേഴ്സ്. ജബ് രോഗാണു ശരീര पर धावा बोलने की कोशिश करते हैं, നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗാണുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ തോ സഫേദ് കണ, ഈ സഫേദ് കണങ്ങൾ ഉൻസെ ഡട്കർ മുകാബല करता है, അവയോട് പൊരുതുന്നു. ഔർ ജഹാൻ തക്ക് സംഭവ ഹോ പാത്ത, ഈ പൊരുതൽ എപ്പോൾ വരെയുണ്ട്? രോഗാണുവോങ്കോ ഫീത്തർ ഘർ നഹി കർണേ ദേത്ത്, നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പ്രവേശിക്കാതിരിക്കുന്നത് വരെ ഇത് പൊരുതിക്കൊണ്ടേയിരിക്കും. ബസ് സംക്ഷേപമേം യോ മാൻ ലോ കി വേ ബഹുത്ത് സേ രോഗോങ്കോ, ഈ ശ്വേതരക്താണുക്കൾ ധാരാളം രോഗങ്ങളിൽ നിന്ന് ഹമാരി രക്ഷ കർത്തേ, നമ്മളെ സംരക്ഷിക്കുന്നു. അവർ ബിംബാണുവും കാക്കാം, ഇനി ബിംബാണുക്കളുടെ ജോലി എന്താണ്? ചോട്ട് ലഗിനെ പർ രക്ത ജമാവ ക്രിയാമേ മദത് കർത്തേ, നമ്മുടെ ശരീരത്തിലെ മുറിവുണ്ടാകുമ്പോൾ ആ മുറിവ് കൂടുന്നതിന്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. മദത് കർണ എന്ന് വെച്ചാൽ സഹായിക്കുക. രക്തക്കെ തരളഭാഗ് പ്ലാസ്മമേ, രക്തത്തിലെ തരളഭാഗമായ പ്ലാസ്മയിൽ ഏക്ക് വിശേഷ കിസ്മയ്ക്ക്, ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ ഹോത്തി ഹെ, പ്രോട്ടീനുണ്ട്. ജോ ഇവ രക്തവാഹികാക്കി, രക്തവാഹിക എന്ന് വെച്ചാൽ ധമനികൾ, ധമനികളുടെ കടീഫടി ദീവാർമേ, അതിൻ്റെ ആ കടി എന്ന് വെച്ചാൽ വെട്ട് പോലെയുള്ള ദീവാർ എന്ന് വെച്ചാൽ ഭിത്തി, അതിൻ്റെ ഭിത്തിയിൽ മകടിക്ക് ജാലയ്ക്ക് സമാൻ, മകടി എന്ന് വെച്ചാൽ ചിലന്തി വല പോലെ, ഏക്ക് ജാല ഒരു വല, ബുൻ ദേത്തിഹെ നെയ്യുന്നു. ബിംബാണു ഇസ് ജാലേസെ, ബിംബാണുക്കൾ ഈ ജാലയിൽ ചിപക് ജാത്തെ പറ്റിപ്പിടിക്കും. ഔർ ഇസ് തരഹ്, ഇപ്രകാരം ദീവാർമയായി ദരാർ, ഈ ഭിത്തിയിൽ, നമ്മുടെ ധമനിയിലെ ഭിത്തിയിൽ വന്നിരിക്കുന്ന ദരാർ എന്ന് വെച്ചാൽ പൊട്ടൽ, ഭർ ജാത്തി ഹെ, ആ പൊട്ടലിലെല്ലാം ഈ ജാലകളുണ്ടായി ഈ പ്ലാസ്മ ബിംബാണു വന്ന് പറ്റിപ്പിടിക്കും. ജിസ്സെ, അങ്ങനെ രക്ത ബാഹർ നികൽന ബന്ധു ഹോ ജാത്ത ഹെ, രക്തം പുറത്തേക്ക് ഒഴുകുന്നത് തടയും. അനിലപ്പോൾ ചോദിക്കുക, ദീദി ലേക്കിൻ ധാവ ഗഹര ഹോത്തോ, ഗഹര എന്ന് വെച്ചാൽ ആഴത്തിലുള്ള മുറിവാണെങ്കിലോ? ഖൂൻ ബഹത്താഹി ചല, ഖൂൻ എന്ന് വെച്ചാൽ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുമല്ലോ. हाँ, ऐसे समय में हम उस व्यक्ति को जल्दी से डॉक्टर के पास ले जाना चाहिए. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കണം. ज़रूरत समझने पर ऐसी स्थिति से निपटने के लिए कुछ टांगे भी लगाने कर सकते हैं, पढ़ सकते हैं. അപ്പോൾ ज़रूरत समझने पर ऐसी स्थिति में, ഇങ്ങനെയുള്ള സ്ഥിതി സെ നിപട്ടാനെ കേലിയെ, ഇപ്പോൾ ഈ ആഴത്തിനുള്ള മുറിവാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ज़रूरत എന്ന് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ കുച്ച് ടാങ്കെ എന്ന് വെച്ചാൽ പിന്നെ സ്റ്റിച്ചും ഇടേണ്ടതായിട്ട് വരും. കിന്തു ഡോക്ടർ കെ പാസ്, എന്നാൽ ഡോക്ടറിൻ്റെ അടുത്ത് പഹുഞ്ചിനെ തക്ക് എത്തുന്നതുവരെ ഉള്ള സമയത്ത് മേം ചോട്ട് കെ സ്ഥാൻ പർ, ചോട്ട് മുറിവിൻ്റെ സ്ഥലത്ത് കസ്കർ ഏക്ക് സാഫ് കപ്പട ബാന്ത് ദേന ചാഹേ, മുറിവ് പറ്റിയ സ്ഥലത്ത് എന്ത് ചെയ്യണം? മുറുക്കി ഒരു വൃത്തിയുള്ള വസ്ത്രം ഉപയോഗിച്ച്, തുണി ഉപയോഗിച്ച് കെട്ടണം. ദബാവ് എന്ന് വെച്ചാൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ മുറുക്കി കിട്ടുമ്പോൾ രക്തക്കാത് ബഹന, രക്തം ഒഴുകുന്നത് കം ഹോ ജാത്താ ഹെ, കുറവുണ്ടാകും. ജോ ഉസ് വ്യക്തി കേലിയെ കാഫി ലാഭപ്രദ സിദ്ധ ഹോ ജാത്തെ, അപ്പോൾ ഈ മുറുക്കി ഇങ്ങനെ കിട്ടുമ്പോൾ രക്തം ഒഴുകി പോകുന്നില്ല, ആ വ്യക്തിക്ക് അത് വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടും. കിന്തു എന്നാൽ അഗർ അധിക രക്ത ബഹുജായത്തോ, കൂടുതൽ രക്തം ഒഴുകി പോവുകയാണെങ്കിൽ ഉസേ രക്ത ചടാനേക്ക്, രക്തം ചടാനേക്ക് ജരൂരത്ത് ഫി പഠ സക്തേ ഹെ, രക്തം വർദ്ധിക്കുന്നതിനുള്ള, അതായത് രക്തം കൊടുക്കേണ്ടി വരും. അയാളുടെ ശരീരത്തിലെ രക്തം വർദ്ധിക്കുന്നതിനുള്ള ഉപായങ്ങൾ ചെയ്യണം, അതായത് രക്തം കൊടുക്കേണ്ടി വരും. ദീദീനെ സമച്ചാത്തെ ഹുയെ കഹ, അനിലിനെ കഹ,
ക്യാ ഐസേ സമയ ഇങ്ങനെയുള്ള സമയത്ത് കിസി ഭി വ്യക്തി കാ ഗൂൻ കാം ആ ജാത്ത ആ സക്ത. അപ്പോൾ ഏതെങ്കിലും ആൾക്കാരുടെ രക്തം കൊടുത്താൽ മതിയോ ഈ സമയത്ത്? ദീദി ബോലി അനിൽ ഹർ കിസി കാ രക്ത ഏക് സാ നഹി ഹോത്ത. എല്ലാവരുടെയും രക്തം ഒരുപോലെയല്ല. കുച്ച് വിശേഷ ഗുണോം കെ ആധാർ പർ വിശേഷപ്പെട്ട പ്രത്യേക തരത്തിലുള്ള ഗുണങ്ങളനുസരിച്ച് രക്ത കോ 4 മുഖ്യ വർഗോമേ ബാണ്ട് ദിയാ ജാത്താ ഹെ. രക്തത്തെ 4 മുഖ്യ വർഗങ്ങളായിട്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ജരൂരത്ത് മന്ത് വ്യക്തിക്ക് രക്തസമൂഹ കി ജാഞ്ച് കർക്കെ. ആവശ്യം ഉള്ളയാളുടെ രക്തം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട്, ജാഞ്ച് കരണം എന്ന് വെച്ചാൽ പരിശോധിക്കുക, രക്തം പരിശോധിച്ച് ഇയാളുടെ രക്തം ഏതാണെന്ന്, ഏത് തരത്തിലുള്ള രക്തമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കെ ബാദ് ഉസേ രക്തസമൂഹം അയാൾക്ക് അതേ രക്തസമൂഹത്തിലുള്ള രക്തം കൊടുക്കണം. ലേക്കിൻ ജരൂരത്ത് കെ സമയ എന്നാൽ ആവശ്യമുള്ള സമയത്ത് യദി ഉസ് രക്തസമൂഹ കാ കോയി വ്യക്തി മിലേ ഹി നഹി, ആ രക്തസമൂഹത്തിൽപ്പെട്ട വ്യക്തിയെ കിട്ടിയില്ലെങ്കിലോ? തബ് അപ്പോഴെന്ത് ചെയ്യും? അനിലിനെ പൂച്ച. അനിൽ ചോദിച്ചു. ഐസി ആപസ്ഥിതി കേലിയെ ഇങ്ങനെയുള്ള എമർജൻസി സമയത്തിനു വേണ്ടിയാണ് ബ്ലഡ് ബാങ്ക് ബനായ ഗേഹെ, ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രായഃ ഹർ ബഡെ ഓരോ വലിയ ആശുപത്രിയിലും ഇസ് തരഹ് കെ ബാങ്ക് ഹോത്തെ ഹെ, ഇപ്രകാരം ബാങ്ക് ഉണ്ട്, ബ്ലഡ് ബാങ്ക് ഉണ്ട്. ജഹാം അവിടെ സഭീ പ്രകാർക്കെ എല്ലാ തരത്തിലുള്ള രക്തസമൂഹോं का ബ്ലഡ് ഗ്രൂപ്പുകൾ രക്ത തയ്യാർ രഖാ ജാത്ത ഹെ, എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കിന്തു എന്നാൽ ഇൻ ബ്ലഡ് ബാങ്കോമേം ഈ ബ്ലഡ് ബാങ്കിൽ രക്ത കാ ഭണ്ഡാർ സുരക്ഷിതമാക്കി വെക്കണം. ഇസ്കേലി അതിനുവേണ്ടി യഹ് ആവശ്യക് ഹെ ഇത് ആവശ്യമാണ്. കി ഹം സമയപർ നമ്മൾ സമയപ്പർ രക്തദാൻ കർത്തേ രഹെ, നമ്മൾ രക്തദാനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ദീദീനെ കഹ ദീദി പറഞ്ഞു. ക്യാ മേം ഭി രക്തദാൻ കർ സക്താ ഹും, എനിക്കും രക്തദാനം ചെയ്യാൻ കഴിയുമോ? അനിലിനെ പൂച്ച. നഹി ഇല്ല. അഭി തും ചോട്ടെ ഹോ, നീ ഇപ്പോൾ കുട്ടിയല്ലേ. 18 വർഷസെ അധിക ഉമ്ര കെ സ്വസ്ഥ വ്യക്തി ഹി രക്തദാൻ കർ സക്തേ ഹെ, 18 വയസ്സിന് മുകളിലുള്ള സ്വസ്ഥ വ്യക്തി, ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് മാത്രമേ രക്തം ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏക് സമയമേ ഉൻസെ ലഗ്ഭഗ് 300 മില്ലിലിറ്റർ രക്ത ഹീലിയ ജാത്ത ഹെ, അവരിൽ നിന്നും ഏകദേശം 300 മില്ലിലിറ്റർ രക്തമാണ് എടുക്കുന്നത്. പ്രായഃ യഹ് സമझा जाता है कि രക്തദാൻ करने से കംസോരി ഹോ ജായേഗി, എന്നാൽ പറയപ്പെടുന്നത് രക്തദാനം ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാകുന്നു എന്നാണ്. കിന്തു എന്നാൽ യഹ് വിചാർ ബിൽക്കുർ നിരാധാർ, എന്നാൽ ഈ വിചാരം തികച്ചും നിരാധാരമാണ്, വെറുതെ പറയുന്നതാണ്. ഹമാര നമ്മുടെ ശരീരം ഇത്തന രക്ത ഇത്രയും രക്തത്തെ കുച്ച് ഹി ദിനോമേ ബനാ ലേത്താ ഹെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. വൈസേ ഭി അങ്ങനെ ശരീരമേ ലഗ്ഭഗ് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ഗൂൻ ഹോത്താ ഹെ, 5 ലിറ്റർ രക്തമുണ്ട്. ഇസ്മേംസെ ഇതിൽ നിന്നും യദി കുച്ച് രക്ത കിസി ജരൂരത്ത്മന്ദ് വ്യക്തി കേലിയെ ജീവൻദാൻ ബൻകേത്തു, അതിൽ നിന്ന് കുറച്ച് രക്തം ഏതെങ്കിലും ഒരു ആവശ്യക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിന് കൊടുത്താൽ ഇസ്സേ ബെഡി ഇതിനേക്കാൾ വലുതായ മഹത്തായ ക്യാ ബാത്ത് ഹോഗി എന്ത് കാര്യമാണുള്ളത്. ദീദി സമച്ചാത്തെ ഹുയേ പോലെ, അപ്പോൾ രക്തം ദാനം ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമാണെന്ന് ദീദി അനിലിനെ മനസ്സിലാക്കിപ്പിച്ചു. ഫിർ തോ ബഡാ ഹോനെ പർ മേ നിയമിത രൂപസേ രക്തദാൻ കിയാ കരൂങ്ക, എങ്കിൽ ഞാൻ വലുതാകുമ്പം പതിവായി രക്തദാനം ചെയ്യും. അനിലിനെ കഹ. ശബാഷ് അനിൽ, ഡോക്ടർ ദീദീനെ അനിൽ കി പീഠ് ടോക്തെ ഹുയെ കഹ, അനിലിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഡോക്ടർ ദീദി പറഞ്ഞു ശബാഷ് അനിൽ എന്ന്. ഇത്രയുമാണ് ഈ പാഠം. ഇത് നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കി വെക്കുക.